നമസ്കാരം. വിദ്യാഭ്യാസത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ച ഒരു സ്ഥാപകന്റെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പഠനം എങ്ങനെ ഒരു ഗെയിം പോലെ ആവേശകരമാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈ വാക്കുകൾ കേട്ടിട്ട് ഒരുപാട് പേർക്ക് നല്ല പരിചയം തോന്നുന്നുണ്ടാകുമല്ലേ? മാർക്കിനു വേണ്ടി മാത്രമുള്ളൊരോട്ട മത്സരം. അതെ, ഇവിടെ നിന്നാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. ഈ ഒരു വ്യക്തിപരമായ നിരാശയാണ് ഒരു പുതിയ ആശയത്തിലേക്ക് വഴി തുറന്നത്. അപ്പോ ഈയൊരു ചിന്തയിലേക്കെത്തിയത് പഠിക്കുന്ന കാലത്തെ ഒരു മോശം അനുഭവത്തിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് പഠനം പലർക്കും എങ്ങനെ ഒരു ഭാരമായി തോന്നുന്നത്? വാ നമുക്ക് നോക്കാം. ഈ സ്ലൈഡിൽ പറയുന്ന കാര്യം എന്തൊരു ശക്തമായ രൂപകമാണ് അല്ലേ? ലക്ഷ്യം എന്താണെന്നറിയാതെ, എന്തിനു വേണ്ടിയാണെന്നറിയാതെ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. സ്കൂൾ പഠനം പലപ്പോഴും അങ്ങനെയാണ്. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് മുകളിലെത്തുമ്പോൾ എന്ത് കാഴ്ചയാണ് കാത്തിരിക്കുന്നതെന്ന് ഒരു പിടിയും ഇല്ലാത്തതുപോലെ. പക്ഷേ കോളേജിലെത്തിയപ്പോൾ കാര്യങ്ങൾ ആകെ മാറി. അവിടെ പഠനം വെറും കാണാപ്പാഠം പഠിക്കലായിരുന്നില്ല. ഹാക്കത്തോണുകൾ, വർക്ക്ഷോപ്പുകൾ, പ്രോജക്റ്റുകൾ, അങ്ങനെ ആദ്യമായിട്ട് പഠനം എന്തോ ഒരു ആവേശമുള്ള കാര്യമായി തോന്നി. കണ്ടില്ലേ ആ വ്യത്യാസം? സ്കൂളിലെ ആ നിർബന്ധിത പഠനവും കോളേജിലെ ഈ പ്രായോഗികമായ രസകരമായ പഠനവും തമ്മിലുള്ള വ്യത്യാസം ഇതായിരുന്നു ആ നിർണായകമായ ചോദ്യം. എന്തുകൊണ്ട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠനം ഇങ്ങനെ ആസ്വാദ്യകരമാക്കിക്കൂടാ? എന്തുകൊണ്ട് ഈ കണ്ടെത്തലിന്റെയും പ്രായോഗികതയുടെയും ലോകം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ തുറന്നുകൊടുത്തുകൂടാ? ഈ ഒരു ചോദ്യമാണ് ഒരു പുതിയ സംരംഭത്തിന് വിത്ത് പാകിയത്. അപ്പോ പ്രശ്നം പഴയ പഠനരീതികൾ മാത്രമല്ല കേട്ടോ. ഇന്നത്തെ ലോകത്ത് വേറൊരു വലിയ വെല്ലുവിളി കൂടി നമ്മൾ നേരിടുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു നിർത്തുക എന്നത് മുമ്പത്തേക്കാൾ വളരെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം വളരെ വ്യക്തമാണ്. സത്യം പറഞ്ഞാൽ ഇത് കുട്ടികളുടെ തെറ്റല്ല. അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് ആരാണെന്ന് നോക്കൂ. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഗെയിമുകൾ, ഇതെല്ലാം എന്താ ചെയ്യുന്നത്? ഉടൻ തന്നെ ഒരു സന്തോഷം, ഒരു റിവാർഡ് കൊടുക്കുന്നു. ഇവിടെയാണ് വലിയൊരു വിടവ് വരുന്നത്. ഒരു വശത്ത് തൽക്ഷണം പ്രതിഫലം നൽകുന്ന ആപ്പുകൾ, മറുവശത്ത് യാതൊരു പ്രതിഫലവും നൽകാത്ത ഈ പരമ്പരാഗത പഠനം. സ്വാഭാവികമായും ഈ മത്സരത്തിൽ പഠനം പിന്നോട്ടു പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് പഠനം പിന്നോട്ടു പോകുന്നത് എന്ന് ചോദിച്ചാൽ ഈ സ്ലൈഡിലുണ്ട് ഉത്തരം. പഠനത്തിന് ഉടനടി ഫീഡ്ബാക്കില്ല, ഒരു ആവേശവുമില്ല, സമ്മാനങ്ങളില്ല, വ്യക്തമായൊരു ലക്ഷ്യബോധവുമില്ല. പിന്നെ എങ്ങനെ കുട്ടികൾക്ക് താൽപ്പര്യം തോന്നും? ഓക്കെ, അപ്പോൾ ഈ പ്രശ്നത്തിന് എന്താണൊരു പരിഹാരം? ഉത്തരം ലളിതമാണ്. പഠനത്തെ ഒരു ഗെയിം പോലെ ആക്കുക. അപ്സ്കില്ലർ ഈയൊരു ആശയം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് അപ്സ്കില്ലറിന്റെ കാതൽ. ഇതൊരു ശക്തമായ പഠനവലയമാണ്, ഒരു ലൂപ്പ്. ഓരോ ഘട്ടവും അടുത്തതിലേക്ക് നയിക്കുന്നു. അവസാനം ലഭിക്കുന്ന പ്രചോദനം വീണ്ടും പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് പഠനത്തെ ഒരു ആസക്തിയാക്കി മാറ്റുന്നു, പക്ഷേ ഒരു നല്ല ആസക്തി. ആലോചിച്ചു നോക്കിക്കേ, ഒരു ചെറിയ ആശയം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടുകയാണ്, XP. ഈ ഒരു തൽക്ഷണ ഫീഡ്ബാക്ക് അതുതന്നെയാണ് മുന്നോട്ടു പോകാനുള്ള ആദ്യത്തെ ഒരു ഊർജം. അറിവ് പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകുന്നു. ലെവൽ അപ്പ്. ഇത് പുരോഗതിയുടെ വ്യക്തമായൊരു സൂചനയാണല്ലേ? ഗെയിമുകളിലൊക്കെ ലെവലപ്പാവുന്നതുപോലെ പഠനത്തിലും ഒരു വളർച്ച അനുഭവപ്പെടുന്നു. പഠനത്തിന്റെ ഭാഗമായി രസകരമായ ഗെയിമുകൾ കളിക്കുക, അതിലൂടെ വിർച്വൽ സമ്മാനങ്ങൾ നേടുക. ഈ ചെറിയ റിവാർഡുകളുണ്ടല്ലോ, അത് അടുത്ത ദിവസം വീണ്ടും പഠിക്കാനിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായ കണ്ണിയായി മാറും. പക്ഷേ ഈ പരിഹാരം വെറും ഗെയിമിഫിക്കേഷനിൽ ഒതുങ്ങുന്നില്ല. അതിലുപരിയായി ഒരു മാനുഷിക ഘടകം കൂടിയുണ്ടിതിൽ. വിരസമായ റെക്കോർഡ് ചെയ്തുവെച്ച ക്ലാസുകൾ ഒന്ന് ഓർത്തുനോക്കൂ. അതിനൊരു സൂപ്പർ പരിഹാരമാണ് ബൈ കോൺവെർസേഷണൽ ക്ലാസ് റൂമുകൾ. ഇതൊരു പ്രസംഗമല്ല, മറിച്ചൊരു സംഭാഷണമാണ്. വിദഗ്ധനായ അധ്യാപകനോടൊപ്പം ഒരു തുടക്കക്കാരനായ വിദ്യാർത്ഥിയുമുണ്ടാകും. അയാൾ നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സംശയങ്ങൾ ചോദിക്കും. സർ, അതൊന്നുകൂടി വിശദീകരിക്കാമോ? ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആ ചോദ്യോത്തരങ്ങളിലൂടെ വിഷയം വളരെ ലളിതവും സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ടെക്നോളജിക്ക് പുറമെ ഓരോ വിദ്യാർത്ഥിക്കും ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാകും. ഈ മെന്റർ ഒരു വഴികാട്ടിയാണ്. പഠിക്കാൻ ഓർമ്മിപ്പിക്കാനും പുരോഗതി വിലയിരുത്താനും തളരുമ്പോൾ പ്രചോദനം നൽകാനും ഈ മെന്റർ കൂടെയുണ്ടാകും. ഇതാണ് ആധുനിക പഠനത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ്. ഇന്റർനെറ്റിൽ വിവരങ്ങൾക്ക് ഒരു പഞ്ഞുമില്ല, ആവശ്യത്തിലധികമുണ്ട്. എന്നാൽ ആ വിവരങ്ങൾ പഠിക്കാനും സ്ഥിരത നിലനിർത്താനും സഹായിക്കുന്ന ഒരാളുടെ അഭാവമാണ് പലരും നേരിടുന്ന പ്രധാന പ്രശ്നം. ശരി, അപ്പോൾ ഈ പുതിയ പഠനരീതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്താണ്? ഇതെങ്ങനെയുള്ളൊരു തലമുറയാണ് വാർത്തെടുക്കുന്നത്? ഇതിന്റെ പ്രധാന ലക്ഷ്യം പഠനത്തെ പഠിക്കുകയാണ് എന്ന് തോന്നാത്ത രീതിയിൽ നമ്മുടെ ഒരു ഭാഗമാക്കുക എന്നതാണ്.
നമ്മൾ അറിയാതെ തന്നെ പഠനം നടക്കണം. ശ്വാസമെടുക്കുന്നതുപോലെ, ഗെയിം കളിക്കുന്നതുപോലെ, അതെ, അതുപോലെ സ്വാഭാവികമായി. ഇതിന്റെ ദീർഘകാല പ്രയോജനം വളരെ വലുതാണ്. കോഡിംഗ്, മാർക്കറ്റിംഗ്, ഡിസൈനിംഗ് തുടങ്ങി പല മേഖലകൾ കുട്ടികൾക്ക് സ്കൂൾ കാലത്ത് തന്നെ പരീക്ഷിക്കാം. അങ്ങനെ കോളേജിലെത്തുമ്പോഴേക്കും എന്തു പഠിക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടാകും. ആശയക്കുഴപ്പങ്ങളോ പാഴായി പോകുന്ന വർഷങ്ങളോ ഉണ്ടാകില്ല. ഇതാണ് അപ്സ്കില്ലർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഭാവിയുടെ ശക്തമായ ദൗത്യപ്രസ്താവന. പഠനം ഒരു ശിക്ഷയല്ല, മറിച്ചൊരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു തലമുറ. ഈയൊരു ചോദ്യത്തോടെയാണ് നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, പഠിക്കാനുള്ള സമയം എന്നത് കളിക്കാനുള്ള സമയമായി മാറിയാൽ എങ്ങനെയുണ്ടാകും? പഠനമെന്നത് കുട്ടികൾ ഭയത്തോടെ കാണുന്ന ഒന്നാകണോ, അതോ അവർ ഇഷ്ടത്തോടെ തെരഞ്ഞെടുക്കുന്നൊരു വിനോദമാകണോ? വിദ്യാഭ്യാസത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ചോദ്യം നമ്മെ പ്രേരിപ്പിക്കുകയാണ്.